ഹലോ ഗൈസ്, എല്ലാവർക്കും ഹണിബി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കാറൊക്കെ ഓടിച്ച് പോകുന്നുണ്ട്. ഞാൻ എന്തിനാ കാർ ഓടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പം അതായത് നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ഡ്രാഗൺ ആഡ് ആകാൻ പോവാണ്. പണ്ട് നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്തൊരു ഡ്രാഗൺ ഉണ്ടായിരുന്നു. അത് നമ്മുടെ 6 വിളിച്ച ഡ്രാഗൺ വരുമായിരുന്നു. ഇപ്പം നമുക്ക് 6 അടിച്ച എലിഫൻറ്റേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെയും നമ്മുടെ ഗെയിമിലേക്ക് ഡ്രാഗൺ ആഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പറിൻ്റെ കയ്യിൽ നിന്നൊരു ലീക്ക് കിട്ടിയിരിക്കുന്നത്. ഡെവലപ്പർ പുതിയൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതെല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പുള്ളിക്കാരൻ ഏതായാലും ഇനി ആരംഭിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല, വേറെ ഏതോ ചീറ്റ് കോഡാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഹോട്ട് എയർ ബലൂണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഹോട്ട് എയർ ബലൂണിൻ്റെ ആദ്യത്തെ കെട്ടാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് മൾട്ടിപ്ലെയർ മോഡോട് ആഡ് ആകാൻ പോകുന്നുണ്ട്. മൾട്ടിപ്ലെയർ എന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട്ട് ഇങ്ങനെ സംസാരിക്കാനും കാറി കയറ്റാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഒരു ബൈക്ക് പൾസർ ആയിരിക്കും, പൾസർ എടുത്താൽ മാത്രമേ മൾട്ടിപ്ലെയർ മോഡ് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയർ മോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബൈക്ക് എടുക്കണം. ബൈക്ക് എടുത്തിട്ട് ഒരാളുടെ അരികെ നിന്നാൽ മതി. ഇപ്പോഴല്ല അപ്ഡേറ്റ് വരുമ്പം ബൈക്ക് എടുത്ത ഒരാളുടെ അരികെ നിന്നാൽ അയാൾ തനിയെ നമ്മുടെ ബൈക്ക് കയറിക്കോളും. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ആക്കിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു NPC ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് ബോയ് NPCനെ വെച്ചും പറ്റും, ഗേൾ NPCനെ വെച്ച് പറ്റും. ഇത് വളരെ നല്ലൊരു അപ്ഡേറ്റാണ്, എല്ലാവർക്കും സന്തോഷമായി ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. ഏതായാലും ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കൂടെ പറയുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് GTA V മോഡിനെ കുറിച്ച് പറയുന്നതായിരിക്കും. പലരും പറയുന്നുണ്ട് ഇതിനകത്ത് GTA V മോഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഗെയിമേഴ്സിനെ പറ്റിക്കുവാണ് പലരും. അപ്പം ഞാനും അങ്ങനെ പറ്റിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയൊക്കെ കഴിഞ്ഞു വന്നതാണ്. പക്ഷെ ഞാൻ ഒത്തിരി പ്രതീക്ഷ കൊണ്ടിരുന്നതാണ് ഈ GTA V മോഡ് വരുന്നത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഗെയിമിലേക്ക് GTA V മോഡ് വരത്തില്ല. വരുവാണെങ്കിൽ തന്നെ ഈ വർഷം അടുത്ത വർഷം ഒന്നും ആയിരിക്കത്തില്ല, വരത്തില്ലെന്നാണ് നമ്മുടെ ഡെവലപ്പറിൻ്റെ എന്നൊരു ലീക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും GTA 5 മോഡ് കളിച്ചിട്ട് GTA 5 കളിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ക്യാരക്ടറിനെ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ രീതിയിലാക്കിയതാണ്. ഒരിക്കലും നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡ് വരത്തില്ല. പകരം നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡിലേക്ക് എത്തുന്ന കുറച്ച് ഇന്ത്യൻ കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ മെഷീൻ ഗണ്ണിൻ്റെ കാര്യം, മെഷീൻ ഗൺ ഏതായാലും കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ഏതായാലും ഏപ്രിൽ 10th മുന്നേ വരുമെന്നാണ് തോന്നുന്നത്. ഏപ്രിൽ 10th മുന്നേ മെഷീൻ ഗണ്ണ് ഈ വരുന്ന അപ്ഡേറ്റിലൂടെ നമുക്ക് മെഷീൻ ഗണ്ണ് വരും. ചിലപ്പം മൾട്ടിപ്ലെയർ മോഡും ആണെന്നായിരിക്കും. അതിൻ്റെ അടുത്ത അപ്ഡേറ്റിലായിരിക്കും ഡ്രാഗൺ വരാൻ പോകുന്നത്. ഡ്രാഗണിൽ നമുക്ക് ചിലപ്പോൾ കയറാനുള്ള ഫീച്ചർ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ നമ്മുടെ ഡെവലപ്പറിൻ്റെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ ഒരു NPCയും നമ്മളെ ഫ്രാങ്ക്ലിനും ഇരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഡി ബൈക്ക് ഗെയിമിങ് കളിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്ത് തരിക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഈ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, അതിൻ്റെയും കൂടണമെന്നാണ് ഞാൻ ഇനിയും വിചാരിക്കുന്നത്. 500 സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തരിക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.